ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട നട എന്ന നട കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. എന്താ വള്ളി ഈ കാട്ടിക്കൂട്ടില് മാത്രമേ ഉള്ളൂ. എന്നെ കെട്ടുവോ? നിന്നെ കെട്ടിയാലും ഈ കാട്ടിക്കൂട്ടിലൊക്കെ തന്നെ എന്റെ പ്രതീക്ഷിച്ചാ മതി. എന്നെ കെട്ടുവോ ഇല്ലെന്ന് പറ. എന്റെ വള്ളിക്കുട്ടി ഇനി നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ അതൊരു വള്ളിക്കെട്ടാവൂലേ? എനിക്കോ? അല്ല എനിക്ക് അതാ വേലായുധേട്ടാ പണിയെടുപ്പിക്കാനും സമ്മതിപ്പിക്കൂല. എന്താ ഇത് വേസ്റ്റ് ആണോ? അയ്യോ ഇത് വേസ്റ്റാ. അത് സപ്രപഞ്ചക്കെട്ടിൽ കാല് കടയാൻ പറ്റിരിക്കണ അതാണ്. വേലായുധേട്ടാ ഇതെനിക്ക് വേണം. അവൾ അതും വേസ്റ്റാക്കി കൊണ്ടുപോക്കും. പക്ഷെ കൊണ്ടുപോകുമ്പോ മുതലാളി കാണരുത്. കാരണം മുതലാളി ഒരു പാവം മരപ്പൊട്ടനാ. അയ്യോ വലിച്ച്. പിന്നെ നിനക്ക് ഞാൻ ആ ഉരുപ്പിടി തന്നുവിടുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇല്ല. നീ പോണ വഴിക്ക് കടച്ചിൽ കിടത്തുന്ന കടയില്ലേ, ഇതവിടെ കൊണ്ടേ കൊടുത്തിട്ട് നല്ലോണം ഉരുട്ടി കടയാൻ പറയണം. ആശാനെ എന്തോ വീണോടത്ത് കിടന്ന് ഉരുട്ടണ്ട ഞാൻ കേട്ടു അല്ലേ. അപ്പൊ ആശാൻ രാവിലെ വന്ന് പഴയ പോലെ പണി ഞങ്ങൾക്ക് തുടങ്ങി. അല്ല ഇവിടെ നമ്മൾ എത്ര നാളെന്ന് നമുക്ക് പറയാൻ പറ്റൂല്ലോ. അപ്പൊ ഞാൻ നേരത്തെ തന്നെ ആ പണി അങ്ങോട്ട് തുടങ്ങി. ആശാൻ ഇത് എവിടെ ചെന്നാലും ഉള്ളതാ ഇതേപോലെ ഒരു വള്ളിക്കെട്ടെടുത്ത് തലയിൽ വെക്കും. അതെന്താ അവൻ വള്ളിക്കെട്ടെന്നൊക്കെ പറഞ്ഞത്? ദൈവമേ ആ വള്ളി പിടിച്ച് തൂങ്ങല്ലേ. അവൻ പറഞ്ഞ വള്ളിക്കെട്ട് വേറെ, ഞാൻ പറഞ്ഞ വള്ളിക്കെട്ട് അത് വേറെ. ഇപ്പൊ തടികൾ തരംതിരിച്ച് പറ. അത് തരംതിരിച്ച് പറഞ്ഞല്ലേ. അതായത് നമുക്ക് തടിനെ മൂന്നായിട്ട് തരംതിരിക്കാം. കാതലുള്ളത്, കാതലില്ലാത്തത്, പിന്നെ പാഴ്മരം. പാഴ്മരം എന്ന് പറഞ്ഞ പാഴ്മരം എന്ന് പറഞ്ഞാൽ പുറത്തു പോണെന്തിനാണ്? നമ്മുടെ മുതലാളി ഒരു ഗുണവും ഇല്ല, നിന്ന നിപ്പിൽ ഉച്ചൂത്തിപ്പോകും. അയ്യോ മുതലാളി എടാ രാവിലെ തന്നെ ഇങ്ങനെ രണ്ടും കൂടെ ഒരുപ്പിച്ചോണ്ട് ഇരിക്കാത്ത ഇഷ്ടം പോലെ തടിയുണ്ട്. എന്തെങ്കിലുമൊക്കെ പണിയേടാ. ആ വെളിയിൽ കിടക്കുന്ന തടിയൊക്കെ അളന്നിടാൻ പറഞ്ഞിട്ട് അളന്നിട്ടോ? എടാ വെളിയിൽ കിടക്കണ തടിയെ കളഞ്ഞിടാൻ പറഞ്ഞിട്ട് നീ അളന്നിട്ടില്ലേ? അത് ആശാനോട് അളന്നോ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആശാൻ അളന്നിട്ടില്ലേ? നീ അളക്കോന്ന് വിചാരിച്ചിട്ട് ഞാൻ അളക്കില്ല. ആശാൻ അളക്കോ? രണ്ടുപേരും നിർത്തിക്ക. രണ്ടുപേരും എനിക്കിട്ട് അളക്കാനല്ല പറഞ്ഞത്. അല്ല ഞങ്ങൾ അളക്കണില്ല. മുതലാളി അളന്നു. അല്ല പിന്നെ എന്ത് പണിയാണത്? ഞാൻ നിങ്ങളെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? തടി അറക്കാൻ വേണ്ടിയാണ്, അല്ലാതെ എന്റെ മുന്നിൽ വേല ഇറക്കാൻ വേണ്ടിയല്ല. മനസ്സിലായില്ല? എടാ പറഞ്ഞതുപോലെ 8ക്ക് 4 തടി 2 പീസാക്കാൻ പറഞ്ഞിട്ട് പീസാക്കിയോ? അയ്യോ അത് 8ക്ക് 4 2 പീസാക്കാനാണ് പറഞ്ഞത്. 2 പീസ്. ഞാനത് 4ക്ക് 2 8 പീസാക്കിയിട്ടല്ല. അതൊരു ചെറിയ മിസ്റ്റേക്ക് അല്ലേ? ചെറിയ മിസ്റ്റേക്കാ. എടാ 8 അടിയുടെ അലമാരി പണിയാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുന്ന തടി 2 പീസാക്കിയിട്ട് ചെറിയ മിസ്റ്റേക്കാ. എന്റെ മുതലാളി അതിന് ഇത്ര ടെൻഷൻ എടുക്കണ എന്തിനാണ്? 4 അടിയുടെ 2 അലമാര പടുതാ പോരെ. അതാവുമ്പോ കൊണ്ടുപോകാൻ എളുപ്പമാണല്ലോ. എനിക്ക് ഒന്നിന്റെ മുകളിൽ ഒന്ന് കയറ്റി വെച്ചാ മതി. അങ്ങനെ മുതലാളി 8 അടി കിട്ടും ഉറപ്പാ. ശരി 8 അടി കിട്ടും ഉറപ്പാ. അങ്ങനെയാണ് നീ 4 അടിയും മേടിക്കണം, നീ 4 അടിയും മേടിക്കണം. എനിക്ക് അടി മേടിക്കാൻ വയ്യ. എടാ സത്യം പറഞ്ഞ നിനക്കൊക്കെ വല്ല പണി അറിയാവോടെ? അറിയാവോന്ന് ചോദിച്ചാ ഞങ്ങൾ ഇരിക്കും മുമ്പ് എവിടെ നിന്നറിയാമോ? അത് എനിക്ക് അറിഞ്ഞൂടാ. എവിടെ നിന്ന്? സതീശൻ മുതലാളിയുടെ മില്ലിലായിരുന്നു. ചുമ്മാതല്ല, നീയൊക്കെ വന്നപ്പോ ഒരു ചിക്കൻ മസാലയുടെ മണം. അത് പൊടിമില്ല്. ഞങ്ങൾ പണിക്കുന്നത് സതീശ മുതലാളിയുടെ തടിമില്ല്. അവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ടതല്ലേ. എന്തിന്? പണി അറിയാഞ്ഞിട്ട്. അതല്ല പണി അറിയാഞ്ഞിട്ടല്ല, ഇവിടെ പണി അറിയാവുന്ന പണിക്കാരില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി പണിതോ എന്ന് പറഞ്ഞു വിട്ടതാ. പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞതാ. പണി അറിയില്ലെങ്കിലും പറഞ്ഞു ഒപ്പിച്ചല്ലേ. പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞല്ലോ. അത് ആ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു വിട്ടെന്നുള്ളത് അങ്ങ് പറഞ്ഞു വിട്ടാ പോരെ. പിന്നെ അനിയന്മാരൊരു കാര്യം ചെയ്യണം. 16 ബീന്നും പറഞ്ഞ് തടി കിടക്കുന്നുണ്ടോ? അത് 8ന് 2 പീസാക്കി വെക്കണം. 8ന് 2 പീസാക്കി. 2 പീസാക്കി. 8ന്റെ 2 പീസ്. 8ന്റെ 2 പീസ് അല്ലേ? 8ന്റെ 2. ദൈവത്തെ ഓർത്ത് 2ന്റെ 16 പീസാക്കി വെക്കരുത്. മുതലാളിനെ ഓർത്ത് ഞാനത് ചെയ്യൂല. എന്നെ ഓർക്കണ്ട, നീ എന്നെ ഓർത്ത് അങ്ങനെ ചെയ്യും. ശരി ഞാൻ ചെയ്തോളാം. ആശാനെ നീ പ്രാക്ക് മേടിക്കണ്ട മുതലാളി. നമുക്ക് ഈ തടി നടത്തിടാം. പിന്നെ അതെ പിടിച്ചോ. 8 അടിയുടെ 2 പീസാക്കണം. അത്രയല്ലേ ഉള്ളത്. ആശാനെ നമുക്ക് 2 പേരും കൂടി തടി പൊക്കി അങ്ങോട്ട് മാറ്റി. അയ്യോ ഈ തടി നിങ്ങൾ രണ്ടുപേരും കൂടി പൊക്കോ. എന്തിനാണ് 2 പേര്? ആശാൻ ഒറ്റക്ക് വെക്കുമല്ലോ. ഇതെങ്ങടാ ഈ കേറിക്കൊണ്ട് പോണത്? അല്ലൊന്ന് കയറ്റി വെച്ചെന്നുള്ളൂ. അങ്ങോട്ട് കയറ്റി വെക്കണ്ട, ഇത്തിരി താത്തി പിടിക്കും. അതല്ലേ തടി ഒറ്റയ്ക്ക് പൊക്കോ. ആര് പറഞ്ഞു 2 തടി വേണമെങ്കിൽ ഒറ്റക്ക് വെക്കും? ആശാമ്മ ഒന്ന് കാണട്ടെ. ഞാനേ തോളത്തോട്ട് വെച്ചേരാ. തോളത്ത് വെച്ചാ നൈസായിട്ട് എന്റെ തോളത്ത് വെച്ചല്ലേ അത്. വള്ളിയുടെ പേരാകട്ടെ. വള്ളിപിടി വള്ളിപിടി. ഞാനാണോ ഇപ്പൊ വള്ളി പിടിച്ചത്? വള്ളിപിടി മുമ്പോട്ട് പോട്ടെ. ആശാനെ ഞാൻ വിട്ടോട്ടെ. ഞാൻ വിട്ടോട്ടെ. വിട്ടോട്ടെ ആശാനെ. ആ പോട്ടെ.
ആശാനെ മുന്നോട്ട് പോട്ടെ. മുന്നോട്ട് പോണില്ലേ? എവിടാ നിന്നോട്ട് തന്നെ നിൽക്കണം, അനങ്ങണില്ല. ആണോ? ആ ചുമ്മാല്ലേ ഈ തടി സമ്മതിക്കണില്ല. ആശാ ഒന്നോട്ട് ശ്രമിക്ക്. ഒന്ന് കിട്ടാ. ആ പോട്ടെ, ഒരു മിനിറ്റ്. ആ പോട്ടെ. ഇപ്പൊ പോണ്ട? ഇപ്പോഴും പോണില്ല, അവിടെ തന്നെ നിൽക്ക്. അല്ല ഇപ്പൊ പോണ്ട്. ഇല്ലെന്ന്. ഇപ്പൊ പോണ്ട്. ഇല്ല. ഇപ്പൊ പോണ്ട്. ബാക്കകത്ത്. അയ്യോ, അത് കൂടിപ്പോയി. ഇത് കൊള്ളാലോ. സീസോ കളിക്കല്ലേ? ഞാൻ കിടക്കുമ്പോഴാണ് അതിന്റെ സീസൺ കളി. ആശാനെ ഇങ്ങനെ കിടന്ന് റെസ്റ്റ് എടുത്താൽ മതിയാ, മരം മുറിക്കണ്ടേ? അയ്യോ, റെസ്റ്റ് എടുക്കണ. മരം മറ്റേ പുറത്തുനിന്ന് മാറ്റണം. പള്ളിപിടി, പള്ളിപിടി. വാളെടുക്കണം. മനം വരട്ടണ്ട. അതല്ല, തടി മുറിക്കണെങ്കിൽ വാളെടുക്കണ്ടേ? വാളെടുക്കാം. എടുക്ക്. ആശാനെ വാള്. അയ്യോ, എന്താണ്? വാളിന് മൂർച്ചയില്ല. ഉണ്ടാവാറില്ലല്ലോ. രാഗണം. നമുക്ക് രാഗാന്നേ. നമുക്ക് രാഗണ്ട. ഞാനും വള്ളി കൂടി രാഗിക്കോളാം. അപ്പൊ ഞാൻ രാഗണ്ട. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ അന്യ പ്രാഗും. അവിടുന്ന് അല്ല പിന്നെ രാഗണം. ഇത് എന്തിനാണെന്നറിയാമോ ഈ തടി രണ്ടാക്കണത്? ഇല്ല. വെക്ക്. ഇത് ഉരുപ്പടിക്ക്, ഇത് വേസ്റ്റിന്. അത് പറ്റൂല. ഇങ്ങോട്ട് വെക്ക്. ഇത് ഉരുപ്പടിക്ക്, ഇത് വേസ്റ്റിന്. അങ്ങനെ 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 എങ്ങനെയായാലും മുതലാളി രക്ഷപ്പെടണം. അർത്ഥം അയ്യോ വേലായുധേട്ടാ, തടി താഴെ പോയി. അയ്യോ, തടി താടി പോയതല്ല, വാള് മോളി പോയതാ. ഇരിക്ക്. അയ്യോ വേലായുധേട്ടാ, പോലീസ് പോലീസ്. ദൈവമേ, തടിമില്ലിൽ റൈഡാ. എവിടെയെങ്കിലും പോയി ഒളിക്ക്. എന്താടാ? അയ്യോ, ഒന്നുമില്ലടാ. നീ ചന്ദനത്തടി ഒളിപ്പിച്ചില്ലേ? തടിയാ? അതൊരു വള്ളിയാണെന്ന്. അത് ശരി. അപ്പൊ ചന്ദനത്തിന്റെ വള്ളി വരെ നീ ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ടല്ലേ? കൊണ്ട് സാറ്, ചന്ദനത്തിന്റെ വള്ളിയല്ല, അത് ഏതോ ഒരു കിനാവള്ളി കാലത്തെ വന്ന് കാലേ പണിഞ്ഞതാ. കിനാവള്ളി ആയാലും പാണാവള്ളി ആയാലും ഇങ്ങോട്ട് വിളിക്കും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കണ്ട് ചോദിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങള്. ഒളിച്ചാക്കണതാ, കൊട്ടട അറിയില്ല. അത് കൊള്ളാം. അപ്പൊ ഈ പുള്ളിയെയാണ് നീ ഒളിപ്പിച്ച വള്ളി. ആശാനെ, ആശാനെ നിങ്ങളെ രണ്ടുപേരെ പോലീസ് പോകും. ഇത് വേറെന്തോ കേസിന് വന്നതാ. വേറെ കേസാണോ? എന്താ പ്രശ്നം സാറേ? ഓ, എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. എവിടെ? വഴി കിടന്നാണ്. അല്ല, ഓഫീസിൽ നിന്ന്. അത് അവിടെ വെച്ചാ പോർത്ത്, അത് ചുമന്ന് ഇങ്ങോട്ട് വന്നെന്തിനാ? അതല്ലെന്ന്, ഇവിടെ ചന്ദനത്തടി ഉണ്ടെന്നുള്ള രഹസ്യ വിവരം എനിക്ക് കിട്ടി. അയ്യോ, ഇവിടത്തെ മുതലാളി ഉണ്ട്. ഇവരല്ലേ ഇതിന്റെ മുതലാളി. അവനെവിടെ? അവനെ വിളിക്ക്. എടുക്കാച്ചി സാധനം അതിനെ വിളിക്കാ. മുതലാളിയേ, ഒരു കോളുണ്ട്. മുതലാളി ഉലകിൽ ചന്ദനത്തടി എവിടെയാണ് ഒളിപ്പിച്ചേക്കുന്നത്? ചന്ദനത്തടിയാ? സത്യം പറയണ, എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്? ആ വിളക്ക് കത്തിക്കുന്ന ഫോട്ടോയുടെ അടിയിൽ 2 ചന്ദനത്തിരി എടുത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട്, എലി എടുത്തോണ്ട് പോയിരിക്കാൻ വേണ്ടി. ചന്ദനത്തിരി അല്ല, നീ എവിടെയാണ് ചന്ദനത്തിരി ഒളിപ്പിച്ചത്? സത്യമായിട്ട് ഇവിടെ ചന്ദനത്തടി ഇല്ല സാറേ. ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പൊക്കിയിരിക്കും. സാർ ഒറ്റയ്ക്ക് വെക്കുവോ? പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വെക്കും. ഒറ്റക്ക് പൊക്കല്ലേ, ഇവിടെ കിടന്ന് മെഴുകും. ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യം നോക്കട്ടെ. ഇതാണോ? നോക്ക്, ഉറക്കി. ചന്ദനാണോ? അല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇത് ചന്ദനമേ അല്ല. ചന്ദനമല്ല, അത് കാക്ക കാഷ്ടമാ. സാറേ ഇവിടെ ഇല്ല സാറേ ചന്ദനം. അപ്പൊ കിട്ടിയത് മൊത്തം റോങ് ഇൻഫർമേഷൻ ആണ്. ആയിരിക്കും. ഞാൻ സാറിനെ ഒന്ന് വിളിച്ചു പറയാം. ഹലോ സാറേ, നമുക്ക് കിട്ടിയത് റോങ് ഇൻഫർമേഷൻ ആണ്. ഇവിടെ ചന്ദനത്തടി ഇല്ല സാർ. എന്ത്? ചന്ദനമായിട്ട് വന്നാൽ മതിയെന്നു? സാറിന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ തൊട്ടപ്പുറത്തൊരു മുരുകന്റെ അമ്പലമുണ്ട്, അവിടെ ഒരു പുഷ്പാർച്ചന നടത്തി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചന്ദനവും തരാം, കളഭവും തരാം. ഭഗവാനെ, സാർ ഹാപ്പിയായി. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട ജോലിക്കിടയിൽ ഞാൻ തടസ്സം ഉണ്ടാക്കി, ക്ഷമിക്കണം കേട്ടോ. സാറെ പെട്ടെന്ന് അല്ലേ, അല്ലെങ്കിൽ നടയടയ്ക്കും. അയ്യോ, എന്റെ ജോലി യാത്രയാക്കിട്ട് വരാം. എന്ത് ജോലി? എടാ മക്കളെടാ, രക്ഷപ്പെട്ടടാ. എടാ, ഈ പോലീസുകാർ വരുന്നതിന് മുമ്പ് ഇവിടെ കിടന്ന ചന്ദനത്തടി 2 പേരും കൂടെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചില്ലേ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. പൊക്കവും കാണാൻ ചെയ്തായിരുന്നെങ്കിൽ ആജീവനന്ത കാലം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. എന്നെ രക്ഷിച്ചത് കൊണ്ട് ഇനി ഞാൻ ചാവുന്ന വരെ എന്റെ ഈ 2 മക്കളുടെ സ്ഥാനത്താണ് നിങ്ങളെ ഞാൻ പറഞ്ഞു വിടത്തേയില്ല. മുതലാളി ഇത് എന്തിന്റെ കാര്യം പറയണത്? ഏത് തടി? ആരൊളിപ്പിച്ച്? മനസ്സിലായില്ലേ? ഇല്ല. എടാ, തൂ അങ്ങേ അറ്റത്ത് 8B എന്ന് പറഞ്ഞൊരു തടി കിടപ്പുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? 8B ഓർമ്മയില്ലേ? പിന്നെ പഠിച്ച 4B ഓർമ്മയില്ല, പിന്നല്ലേ 8B. ഇന്നലെ നമ്മൾ 8B മുറിച്ചായിരുന്നാ? ആ 8B, ആ 8B ചന്ദനമരമായിരുന്നു. അത് ചന്ദനമരമായിരുന്നാ? ആ ആ ചന്ദനമരം പാഴ്മരമാണെന്നും പറഞ്ഞ്
വെട്ടി പീസാക്കി വേസ്റ്റ് ആക്കി കൊടുത്തയച്ചു. അയ്യോ, അത് ചന്ദനമരം വരുന്നാ. അത് ഞാൻ കത്തിച്ച് വെറുതെ എല്ലാരും ഇന്നലെ ചോറിനും കറിക്ക് ഒരു ചന്ദനത്തിന്റെ മണം. എന്റെ ദൈവം തമ്പുരാനെ, അയ്യോ എന്റെ 50 ലക്ഷം രൂപയുടെ ചന്ദനമരം കത്തിച്ച് ചന്ദനച്ചോറുണ്ടാക്കി തിന്നേ. എന്റെ മുതലാളി ഇങ്ങനെ ടെൻഷൻ അടിക്കണെന്താ? ഇതൊക്കെ ഇപ്പൊ നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ടായില്ലേ? ഇനി ഒരു കാരണവശാലും മുതലാളി ഞങ്ങളെ പുറത്താക്കിയില്ല, മുതലാളി ഒരു കാരണവശാലും അകത്താക്കിയില്ല. ഒരു വെടിക്ക് 2 പക്ഷി. എടാ 3 പക്ഷി ആക്കാൻ പറ്റുമോ? എങ്ങനെ? എന്നിട്ട് എന്നെ അങ്ങ് അറുത്തിട്ട് ഇവക്കെ കത്തിക്കാൻ കൂട്. എന്തിന്? ഇപ്പൊ ഞാൻ ഫുള്ള് വേസ്റ്റ് അല്ലേ? അയ്യോ